ഞാനൊരു സത്യം പറയട്ടെ, ഈ വെള്ളപ്പൊക്കത്തിൽ ഞാൻ ഒലിച്ചു പോകേണ്ടതായിരുന്നു. പക്ഷേ പിണറായി വിജയൻ കേരളത്തെ കാത്തു രക്ഷിച്ചു. അത് തനിക്കെങ്ങനെ അറിയാം? കേരളത്തിലെ ജനനായകനായി മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉയർത്തിക്കാട്ടിയപ്പോൾ തന്നെയായിരുന്നു നേരത്തെ അമിക്കസ് ക്യൂറി റിപ്പോർട്ട് പുറത്തു വന്നത്. അണക്കെട്ടുകളുടെ കൈകാര്യം ഫലപ്രദമായിരുന്നില്ലെന്ന് അടുത്ത ഡയലോഗ് അദ്ദേഹം പറഞ്ഞത്, ദൈവം കേരളത്തിന് നൽകിയ ഒരു വരദാനമാണ് ഈ പിണറായി വിജയൻ. നമ്മളൊക്കെ മണ്ടന്മാരാ സാർ. അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളുണ്ട്, അതെല്ലാവരും അംഗീകരിക്കുന്നതാണ്. ആ കഴിവ് ഭരണരംഗത്തുണ്ട്, രാഷ്ട്രീയ രംഗത്തുണ്ട്, സംഘടനാ രംഗത്തുണ്ട്. അദ്ദേഹത്തിനുള്ള ആ പ്രത്യേകതയെ ആരാധിക്കുന്ന നിങ്ങൾ കാണുന്നതിനപ്പുറം ജനങ്ങൾ ഇവിടെ ഉണ്ട്. തച്ചോളിയോധനെ കുറിച്ച് തച്ചോളിയോധനെ കുറിച്ച് വീരാരാധനയുള്ള എത്ര പേരുണ്ട്? അത് വിജയേട്ടാ ഇതെന്തോ ചെയ്യാ ഇത്? ഞാൻ ഇവനൊക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ. ജഗലുടെ രക്തമെന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. അതൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകതയുള്ള ഇതിഹാസ പുരുഷന്മാരാണ്. ആത്മാർത്ഥതയാ. ഞാൻ മരിക്കണമെന്ന് പറഞ്ഞ അപ്പ മരിക്കും. സാർ ഇതുവരെയും മരിക്കണമെന്ന് പറയാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നേ ഉള്ളൂ. പരിശുദ്ധമായ ഒരു രാഷ്ട്രീയത്തിന്റെ കറപുരളാത്ത ഒരു കൈയുടെ ഉടമയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. എത്ര ഇടി വെട്ടണം അതിലൊരെണ്ണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്താനാവാത്തത്. നിങ്ങൾക്ക് ആഗ്രഹിക്കാഞ്ഞിട്ടല്ല, BJP ആഗ്രഹിക്കാഞ്ഞിട്ടല്ല, UDF ആഗ്രഹിക്കാഞ്ഞിട്ടല്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആഗ്രഹിച്ചാലും എത്താനാവാത്ത നിലയിലുള്ള അത്രയും ദൂരത്താണ്. സൂര്യനെ പോലെ കരിഞ്ഞു പോകും. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി. ME ഗോവിന്ദൻ എന്ന് പറയുന്ന ആള് മലക്കം മറിയൽ വിദഗ്ധൻ കൂടിയാണ്. ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ. സിന്ദാബാദ്.